ഹായ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നാത്തൂനും കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുള്ള ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി അവർ വരുമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ രാവിലത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് ഞാനിപ്പോൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ. രാത്രി അവർ വന്നു കഴിഞ്ഞാലും അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ ആണ് കേട്ടോ. ഞാൻ എല്ലാം അടർത്തി എടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തേച്ചൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരമൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. രാവിലെ നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഈ അടുത്തെപ്പോഴും ഞാൻ കോളിഫ്ലവർ കറീൻ്റെ ഷോർട്സോ കാര്യങ്ങളോ എന്തോ ഇട്ടപ്പോഴത്തേക്കിനും അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ചെറിയ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്താൽ മതി. ഇപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കുറഞ്ഞ എണ്ണയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. ഈ ഒരു കറി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതായത് അനീനാൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്, ജാസിക്കാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജ് കറി കഴിക്കുന്നൊരു ഫീലേ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ഇനി വെള്ളത്തിൽ അപ്പത്തിന് അരയ്ക്കാനുള്ള മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ അപ്പത്തിന് അരയ്ക്കാനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മാവാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ അപ്പത്തിന് അരയ്ക്കുന്നത് ചെറിയുള്ളിയും അതുപോലെ ഒരു വെളുത്തുള്ളി കഷ്ണവും പിന്നെ തേങ്ങ, ഈസ്റ്റ് ചേർക്കാറേ ഇല്ല കേട്ടോ. നമ്മളിവിടെ ഈസ്റ്റ് ഇട്ടിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. തേങ്ങ പിന്നെ കുറച്ച് ചോറ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കേക്കും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്നോട്ടാ. ഇനിയിപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ നാളെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാറുണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടെ കുറച്ച് കളിയും കാര്യങ്ങളും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ കിടക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് അവർ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെയാണ് ഇനി. ഹാദപ്പൂന് കുറച്ച് നാണമാണ് കേട്ടോ എല്ലാവരുടെ മുന്നിൽ അങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്നാലും ഇവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടികളെല്ലാം രാത്രി ഒരു 12:30-1 മണിയോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഒക്കെ എടുത്തിട്ട് ഒന്ന് കറിയാക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ഒരു പൊരിച്ച ഓയിലിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടെ വഴറ്റിയെടുത്തത്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് ആ ഒരു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ, ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം ആ ഒരു കോളിഫ്ലവർ ഒന്ന് വേവുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾക്ക് അത്യാവശ്യം പൊടികൾ അതിൽ ചേർത്തത് കൊണ്ട് ഞാൻ ഇതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സവാള വഴറ്റുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ തന്നെ ആ ഒരു മസാല നമ്മൾ കോളിഫ്ലവറിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും മാറ്റി വയ്ക്കാം. അതിനുശേഷം 2-ാം പാല് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ 2-ാം പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ നല്ല പോലെ വെന്ത് കിട്ടണം. ഓൾറെഡി വെന്തതാണ്, എന്നാലും ഒന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഈ കറിയിൽ കുറച്ച് പാടുള്ളൊരു ഭാഗം അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നൊരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം നിന്നെങ്കിൽ അത് ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ നല്ല രീതിയിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുള്ളൂ. ഇനി 1-ാം പാലും കൂടെ ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കിട്ടും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെജ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ കഴിക്കാത്തൊരു അങ്ങനെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കിഡിലെന്നൊരു കറിയാണ് കേട്ടോ. എപ്പോഴും ഈ സ്റ്റൂവും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കലക്കിയെടുക്കുകയാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റും കാര്യങ്ങളൊന്നും ചേർക്കില്ല. രാവിലെ ഇതുപോലെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ബാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്കിനും അത് പുളിച്ചു പോകും. നമ്മളെപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തന്നെ അപ്പം ആട്ടി വെക്കാറുണ്ട്. ഒരാഴ്ച വരെയൊക്കെ ഒരു പുളി പോലും ഉണ്ടാവാതെ നമുക്ക് അപ്പം കിട്ടും കേട്ടോ, അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി അവിടെ വെക്കും. ഇനി നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മാവൊന്ന് കിണ്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളയപ്പം ചുട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് കറിയായിട്ടുള്ളത് കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇന്നലത്തെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ കറിയും കുറച്ച് ഗ്രീൻ ബീൻസ് കറിയും കൂടിയാണ് കേട്ടോ ഇന്ന് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം കേട്ടോ. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അനീന പറഞ്ഞു ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുപോയി കഴിക്കാം, ഇന്ന് അനീനയുടെ വക ചിലവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന് ഉച്ചഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്, ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ. ഉച്ചയ്ക്ക് ഇവിടെ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കേട്ടോ, നേരത്തേക്ക് ഇവിടെ രാത്രിയത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. രാത്രി മാത്രമേ ഞങ്ങളങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ അടുത്തായിട്ടാണ് ഇങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 തവണ പോയി കഴിച്ചു. നല്ല അടിപൊളി ഊണാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഒരു പാൽക്കൂന്തലും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് കറി ആയിട്ട് അച്ചാറ്, 2 തരം തോരൻ, പിന്നെ ഒരു ചമ്മന്തി, ഇത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ കക്കയിറച്ചിയും ഞണ്ടും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കൂന്തലും. പാപ്പി ഉമ്മയും ജാസിക്ക, അനീന, പിള്ളേർ അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൂന്തൽ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല ചോറും കറിയും ഒക്കെയാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഇവർ. പിള്ളേർ ഇതാ, ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവരെ കൊണ്ട് തന്നെ ക്രീമൊക്കെ വിപ്പ് ചെയ്യിപ്പിച്ചു. പിന്നെ അവർ തന്നെയാണ് അത് പിന്നെ ഇതാക്കി എടുത്തതൊക്കെ, ക്രീമൊക്കെ തേച്ചെടുത്തതൊക്കെ ഐഷായും ഹാദും നൈറായും കൂടെ ഒക്കെ തന്നെയാണ്. പിന്നെ ഓരോരുത്തരും മാറി മാറി ഓരോ അക്ഷരങ്ങളായിട്ട് ഓരോരുത്തരും മാറി മാറി എഴുതുന്നുണ്ട്. ഹാസിക്കിൻ്റെ ആയതുകൊണ്ട് ഹാസിക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഐഷ, നൈറ എല്ലാവരും മാറി മാറി അങ്ങനെ ഹാപ്പി സൺഡേ എന്നൊക്കെ എഴുതി അവർ തന്നെ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ, അടിപൊളിയായിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവർ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയോ കളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ ഒരു കേക്ക് നമ്മൾ മുറിക്കാമെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി, പക്ഷേ ഈ കേക്കും നല്ല ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 പേരും കൂടിയാണ് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു. ഇത് മറ്റൊരു ദിവസം എടുത്തിട്ടുള്ളതാണ്. നാത്തൂനും കുട്ടികളൊക്കെ ലഞ്ചിന് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്നത്തെ ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് പലതരം മീനുകളാണ് കേട്ടോ ഒക്കെ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അവർക്ക് ഇറച്ചി വേണ്ട, മീൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരം മീനുകളായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. പ്രാഞ്ഞിൽ, പിന്നെ ഞണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് 3-4 ടൈപ്പ് മീനുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ അരികും സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഞണ്ടുമ്മി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാങ്ങാക്കാലം ആയതുകൊണ്ട് തന്നെ എന്തായാലും മാങ്ങാക്കറി ഉണ്ടാക്കും. അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. സിമ്പിൾ പരിപാടിയാണ്. അച്ചാർ പോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്ന ഒരു കറിയാണ് മാങ്ങാക്കറി. അങ്ങനെ അത് വേഗം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ആ തേങ്ങ അരപ്പ്, ഉള്ളിയും അതുപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതിലേക്ക് തക്കാളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി, അതിൻ്റെ ഇടയ്ക്ക് മാങ്ങാക്കറിക്കകത്ത് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് അതവിടെ തിളച്ച് സെറ്റാവുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാന്തലാണ് നമ്മൾ ഈ ഒരു തേങ്ങാരച്ച കറിയിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മാന്തലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ ഉലുവയും, പച്ച വെളിച്ചെണ്ണയും ഉലുവയും കൂടി ഇട്ടിട്ട് അതങ്ങ് റെഡിയാക്കി എടുക്കും. പിന്നെ നമ്മളിതാ അവിയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം.
ഇതാണ് അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിയലും സെറ്റായി കിട്ടും. അടിപൊളി അവിയലായിരുന്നു കേട്ടോ, നന്നായിട്ട് വന്നു. വേണമെങ്കിൽ ഇതിൽ മാങ്ങ ചേർക്കായിരുന്നു, പക്ഷെ ഞാൻ തൈര് തന്നെയാണ് കേട്ടോ ഇതിലും ചേർത്തിട്ടുള്ളത്. മാങ്ങയോ തൈരോ അവിയലിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലർ ചേർക്കും, ചിലർ ചേർക്കില്ല. പിന്നെ നമ്മുടെ പ്രാഞ്ഞിൽ മീനാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മീനൊന്ന് പുരട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അതിന് പൊരിക്കാൻ പോവാണ്. ഈ സമയമായപ്പോഴത്തേക്കിനും ഏകദേശം പരിപാടികളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഞണ്ട് റോസ്റ്റും കൂടിയാണ് കേട്ടോ റെഡി ആവാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞണ്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉമ്മി മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ആദ്യത്തെ കുറച്ച് മീനൊക്കെ ഞാനും ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ ഇനി ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, സവാള ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പോലെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്, അത്ര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ അപ്പത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോറിന് കൂട്ടാനാണെങ്കിൽ ഞാൻ അധികം അങ്ങനെ ഗരം മസാല ചേർക്കാറില്ല കേട്ടോ. അപ്പത്തിലേക്കാണെങ്കിൽ ഞാൻ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. അതായത് ഈ വെള്ളയപ്പം, പുട്ട് അതിലേക്കൊക്കെ ആണെങ്കിൽ ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ നമ്മൾ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞണ്ടിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഞണ്ടിൻ്റെ പരിപാടി. ഇനി നമുക്കിതങ്ങ് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് അല്പം പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ വെതറിക്കഴിഞ്ഞാൽ നല്ല പെരണ്ടിരിക്കുന്ന ഒരു ഞണ്ട് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ നാത്തൂനെ സൽക്കരിച്ച് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.